കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ കാക്കണേ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത് 5ാമത്തെ പ്രാവശ്യമാണ് എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത്. പ്രസവം സിസേറിയനായിരുന്നാലും വിരോധമില്ല, ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണം. കഴിഞ്ഞ 4 പ്രാവശ്യവും നീ എനിക്ക് പെൺകുഞ്ഞുങ്ങളെയാ തന്നത്. ഇതെങ്കിലും ആണായില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. നഷ്ടപ്പെടുന്നത് 50 ലക്ഷം ഒരു കാറുവ. അതുകൊണ്ട് ഇതാണായേ പറ്റൂ. ഇതൊരു അപ്പീലല്ല, ദയാഹർജിയാണ് ഭഗവാനെ. ഈ തേങ്ങ ഉടയുന്ന കഷണങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ കുട്ടി ആണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ പെണ്ണ്. ആക്രമണങ്ങളെ അവിടെ എണ്ണി നോക്കിട്ട് എടുക്കാൻ. എടാ, ചിരട്ട കഷ്ണങ്ങൾ ഇട്ടിട്ട് പോടാ, ഒന്ന് എണ്ണി നോക്കട്ടെ. അയ്യോ, അയ്യടാ, ചക്കിലിട്ട് ആട്ടുന്ന പോലെ ചവയ്ക്കുന്ന കണ്ടില്ലേ? തുപ്പിക്കളടാ. ഇനി റിസൾട്ട് ആശുപത്രി ചെന്നിട്ടറിയാം. സിസ്റ്റർ, സിസ്റ്റർ, കൗസല്യ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ. എന്റെ അമ്മ വന്നിരുന്നോ? നിങ്ങളുടെ അമ്മ ഞാൻ എങ്ങനെ അറിയാനാ? അറിയത്തില്ലെന്നോ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവിയെ അറിയാത്ത നീയൊക്കെ നഴ്സാണോ? അല്ല പിന്നെ. ഇനി അമ്മ വന്നിട്ട് ആരെയും കാണാത്തോണ്ട് പുറത്തെങ്ങാനും കാത്തിരിപ്പുണ്ടാവോ? എന്റെ ഭഗവാനെ, എനിക്കെല്ലാം കുഴഞ്ഞു. അമ്മേ, അമ്മ വന്നാട്ടെ. അച്ഛൻ വരുന്നില്ലേ? വന്നമ്മേ. കൗസല്യെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവളോട് പറഞ്ഞു നമ്മുടെ ആൺകുഞ്ഞിനെ കാണാൻ അമ്മ ഇപ്പൊ ഓടിയെത്തുമെന്ന്. കൗസല്യ പ്രസവിച്ചോ? പ്രസവിച്ചില്ല. പിന്നെ നീ ആൺകുഞ്ഞാന്ന് പറഞ്ഞത്? ആൺകുഞ്ഞായിരിക്കും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 4 പ്രാവശ്യവും നീ പറഞ്ഞത്? ഇതങ്ങനല്ല, ഇതാണാ. എടാ, ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ജീവിക്കണം. ദേ, നിന്റെ അമ്മ ജനിച്ചപ്പോ എല്ലാരും പറഞ്ഞത് പെണ്ണാണെന്നാ. അല്ല, അച്ഛൻ ജനിച്ചപ്പോ എല്ലാവരും ആണാണെന്നും പറഞ്ഞില്ലേ? അമ്മ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എടാ, ഈ കാലൊടിഞ്ഞവരെ ഇരുത്തുന്ന വണ്ടിയിലാണോ അമ്മ ഇരുത്തുന്നത്? അമ്മ ഇരിക്കൂ. ആരാ ഉണ്ണിത്താൻ? ഞാനാ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. അയ്യോ, എന്റെ ഭാര്യ ദേ ഇരിക്കുന്നു. ശ്രീധരൻ ഉണ്ണിത്താൻ ആരാ? ഞാനാ. കൗസല്യ പ്രസവിച്ചോ? ഉവ്വ്. ആൺകുട്ടിയല്ലേ? അല്ല, പെൺകുട്ടിയാ. അമ്മ പോകരുത്, ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. ഡോക്ടർ, എന്റെ കുട്ടി പെണ്ണല്ല, ആണാ? ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു പ്രാവശ്യം നോക്കിയാ മതി. എന്താടാ? പെണ്ണ. നേരാണോടെ നീ പറഞ്ഞത്? അതേന്ന് എനിക്ക് 2 ദിവസം മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ബാലു അവളെയും കുട്ടി ആശുപത്രി പോയി സംഗതി ഉറപ്പാക്കി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഇതെങ്ങാനും ആൺകുഞ്ഞാണെങ്കിൽ എന്റെ ഈശ്വര, 50 ലക്ഷം കാറ് വാവൻ തട്ടിക്കൊണ്ടു പോണത്. അങ്ങനെ ആരും ഇവിടെ പേടിക്കണ്ട. കാരണം എന്റെ ഭാര്യയും അവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുക. അതെന്താ, നിന്റെ ഭാര്യ വല്ല ഗുസ്തി മത്സരത്തിനും പോകുന്നുണ്ടോ നേരത്തെ തയ്യാറെടുക്കാൻ? നോക്കിക്കോ, ഈ തറവാട്ടിലെ ആദ്യത്തെ ആൺതരി എന്റെ ആയിരിക്കും. ആണത്തമില്ലാത്ത നിനക്കെങ്ങനെയാണ് ആൺതരി ഉണ്ടാവുന്നത്? ബാലുവിനെങ്ങാനും ആണായിരിക്കുമെന്നാ എന്റെ പേടി. അതിപ്പോ അറിയാം. ഇപ്പൊ തന്നെ പ്രസവം ഉണ്ടോ? ഇല്ല, ഇപ്പൊ തന്നെ പ്രവചിക്കും. അപ്പൊ മഷിക്കൂപ്പി കയ്യിലെടുത്തിട്ടുണ്ട്. 2-1 ഇപ്പൊ അറിയാം. എന്നാ ഇനി പേടിക്കാനില്ല. അങ്ങേര് മഷിയിട്ട് നോക്കിയിട്ട് ഇന്നേ വരെ ആ തിരുനാക്കൊണ്ട് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അങ്ങേരുടെ ഒടുക്കത്തെ കരുതാക്ക് കാരണമാണ് നമുക്കൊക്കെ പെൺകുട്ടികൾ മാത്രമായി പോയത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ആ മുതുകുരങ്ങ എന്താ പ്രവചിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. പാടി. മാളവികേ, ആരതി. രക്ഷപ്പെട്ടു. ആരതി പെണ്ണ. ശബ്ദമുണ്ടാക്കരുത്. മാളവികേ, നീ ആരതി അടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്നോട് പറയും പോലെ. അതേടി, ഈ വീട്ടിൽ ആൺകുഞ്ഞു പിറക്കാൻ പോകുന്നു.
എന്റെ ഗുരുവായൂരപ്പ. പോ അണ്ണാ 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 അണ്ണന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചോ? ആ 4 മണിക്ക്. ആണോ പെണ്ണോന്ന് പറയടാ. അതല്ലേ രസം. ഇരട്ടയാ. ഇരട്ടയോ? ആ ഇരട്ട കുട്ടികള്. ഒന്ന് പെണ്ണ്, മറ്റൊരു പെണ്ണ്. 2 പെൺകുട്ടികള്. നീ അന്ന് കിടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന്. 50 ലക്ഷവും കാറും. ഇനി നിന്റെ ഭാര്യയല്ല നിന്നെ പോലും അമ്മ വീട്ടിനകത്തോട്ട് കയറ്റുമെന്ന് സംശയമാണ്. അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആണാണെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അതിനി സംശയിക്കാനില്ല. ആൺകുഞ്ഞ് തന്നെ. അപ്പൂപ്പൻ പറഞ്ഞ പിന്നെ തെറ്റാറില്ല. പക്ഷെ എനിക്കത് അത്ര വിശ്വാസമില്ല. എന്നാലും അതിനി ഒരു ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നേരത്തെ പലതും ചെയ്തു വെക്കേണ്ടതുണ്ട്. ഇനി എന്തോന്ന് ചെയ്യാൻ? ഉണ്ട്, പലതുമുണ്ട്. അതിനു മുമ്പ് അത് ആൺകുഞ്ഞാണോന്ന് ഉറപ്പുവരുത്തണം. അല്ല, അത് അപ്പൂപ്പൻ. ഒന്ന് പൊടി നിന്റെ അപ്പൂപ്പൻ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു വഴി കൂടിയുണ്ട്. നീ വാ. ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. ഇതുവരെ ഇതൊരാൾക്ക് ഞാനൊന്നും ഇടാൻ പോലും കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നിനക്കാ. ആ ഇനി അധികം ശരീരം അനങ്ങരുത്. അതെ, ഒട്ടും ശരീരം അനങ്ങരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തിനാ ശരീരം അനങ്ങുന്നത്? എല്ലാം അമ്മ നോക്കിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാ മതി കേട്ടോ. ആ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും മോളെ. നിന്റെ ജാതകത്തില് രാജയോഗം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇനി നീ ഇവിടത്തെ രാജ്ഞിയടി. സത്യം പറഞ്ഞ മനസ്സ് പിഴവും തണുത്തത്. അമ്മ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോഴൊക്കെ മനസ്സ് കിടന്ന് പിടയുകയായിരുന്നു. നമ്മുടെ അപ്പൂപ്പനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടുംബത്തിന് ഉപകാരം ഉണ്ടായത്. സത്യം പറഞ്ഞ നീ ഞാനൊക്കെ നന്ദി പറയേണ്ടത് അപ്പൂപ്പനോടാ. അന്ന് അപ്പൂപ്പൻ മഷിയിട്ട് നോക്കിയിട്ട് പെൺകുഞ്ഞാണെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അതെന്താ? അതാണ് ഈ വീടിന്റെ പ്രത്യേകത. അമ്മ ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണരുത്. അപ്പൂപ്പൻ പറയുന്നത് അമ്മ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന്. അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്താടാ തെറ്റിട്ടുള്ളത്? തേക്ക് മോട്ടിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആയുധവുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നേ പറഞ്ഞുള്ളൂ. ബാലുവിന് എന്ത് ആയുധവുമായി ബന്ധം? അവൻ എന്താ ബോഫേഴ്സ് ഇടപാട് നടത്തിയോ? അപ്പൂപ്പ ആണാണെന്ന് പറഞ്ഞ കുട്ടി ആണാകണമെന്നില്ല. അതറിയാൻ വേറൊരു മാർഗമുണ്ട്. സ്കാനിങ്. എന്ന് വെച്ചാ എന്താ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ടിവിയിൽ കാണാൻ പറ്റും. ടിവിയിലോ? അയ്യോ, കൊച്ചമ്മയ്ക്കത് അറിഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെ ഒരു ടി വി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വിടറാ നാരായണൻകുട്ടി. കൊച്ചമ്മ കേട്ടിട്ടില്ലേ? ഇല്ല. അതാണ് കേബിൾ ടി വി. അമ്മേ, ഇത് ഡോക്ടർമാരുടെ അടുത്തുള്ള ടിവിയാ. അവൾ അവിടെ കൊണ്ടുപോയ വിവരം ഉടനെ അറിയാം. വെറും 500 രൂപ പോലും ആവില്ല. എന്തിനാണ് 500 രൂപ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ. അതറിയണമെങ്കിൽ ഷഡ്ഡി ഊരി നോക്കിയാ പോരടാ മണ്ടന്മാര്. വെറുതെ കാശ് കളയണോ? അച്ഛാ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമാ പറയുന്നത്. അമ്മയ്ക്ക് അറിയണമെങ്കിൽ പറ, ഈ നിമിഷം നമുക്ക് അവളെ കൊണ്ടുപോവാം. അറിയണം. അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിച്ചേക്കാം. വല്യേട്ടനും കൊച്ചേട്ടനും കൂടി അമ്മയെ ശരിക്കും സോപ്പിടുന്നുണ്ടല്ലോ. എന്താ കാര്യം? മോനെ ബാലു, നമുക്ക് അമ്പിയം കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. അയ്യോ, അവൾക്ക് എന്ത് പറ്റി? അവക്കൊന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടറെ അടുത്ത് പോയി ഏതാണ്ടൊരു കുന്ത്രാണ്ടം ചെയ്ത കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാവുന്നതാ ഇവന്മാര് പറയുന്നു. സ്കാനിങ്. എന്തിന്? സ്കാനിങ് ഒന്നും വേണ്ട, അതൊക്കെ കേടാ. കേടാണെങ്കിൽ കേടില്ലാത്ത സ്കാനിങ് മെഷീൻ വേറെ ഉണ്ടല്ലോ. അതുള്ള ആശുപത്രി കൊണ്ടുപോയി നോക്കണം. നമുക്കൊന്നു പോയി നോക്കാടാ.
എങ്കിൽ ചെന്ന് നോക്കിയേക്കടാ, കുട്ടിയുടെ പൊസിഷൻ കൂടി അറിയാമല്ലോ. വേഗം പോയി അവളെയും കൂട്ടി കൊണ്ടുവാ. ഇപ്പോഴൊന്നും പറ്റില്ല, വേണമെങ്കിൽ നാളെ പോവാം. നാളെ എനിക്ക് ഒഴിവില്ല, കോടതി പോണം. നാളെ മണ്ണെണ്ണ വരും, എനിക്ക് റേഷൻ കടയിൽ പോണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യിക്കാൻ ഞാൻ ഒരാൾ മാത്രം കൂടെ പോയാ പോരെ? ഇത് എത്ര നേരമായത്? റിസൾട്ട് ഇപ്പൊ തരാ, ഉടനെ തരാന്നൊക്കെ പറഞ്ഞിട്ട്. ബാലുവേട്ടനൊന്ന് അടങ്ങ്, ധൃതി വെക്കാതെ. അതൊന്നും അല്ല, ഈ ടെൻഷൻ സഹിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ അത്ര കട്ടിയാ. എൽസമ്മ കുര്യാക്കോസ്. ചേച്ചി റിസൾട്ട്. ഇത് ഭർത്താവായിരിക്കും അല്ലേ കുര്യാക്കോസ് ഏട്ടൻ? കുര്യാക്കോസ് നിന്റെ മറ്റേ ഒരു മനുഷ്യനെ ക്ഷമ എടുത്തത്. അംബിക ബാലൻ റിസൾട്ട് എടുക്കണോ? സോറി, മാറിപ്പോയി. അംബിക ചേച്ചിയാണല്ലേ? കോളടിച്ചല്ലോ. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ. ഒന്നും കൂടെ നോക്കിക്കേ. ഇനി നോക്കാൻ ഒന്നുമില്ല ചേട്ടാ, പെൺകുഞ്ഞ് തന്നെ. സന്തോഷായില്ലേ? നീ പറഞ്ഞ സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ ഊഹിച്ചതും ശരിയാ. എന്ത് കണ്ടു? ചേട്ടനും കണ്ടോ? കണ്ടു, പക്ഷെ ഇതല്ല. നീ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഞാൻ കണ്ട മറ്റൊന്നാണ്. അംബിക ഇടയ്ക്കിടെ ആരും കാണാതെ പപ്പന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തൊരു വൃത്തികേടാണിത്. സാധാരണ വിദേശങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്, ഭാര്യമാരെ പരസ്പരം. അയ്യോ, പക്ഷെ നാട്ടും പുറത്ത് അതും നമ്മുടെ ഈ തറവാട്ടിൽ അത് നടക്കില്ല. ഇത് ഇപ്പൊ തന്നെ അമ്മയോട് പറയണം. എടാ, ഇത് അമ്മയുടെ മുൻപാകെ നേരിൽ കാണിച്ച് ബോധ്യപ്പെടുത്തണം. അതോടെ ബാലു പുറത്ത്, നമ്മളകത്ത്. ഇപ്പോ അംബിക പപ്പന്റെ മുറിയിലുണ്ട്. എങ്കി ഹേമ ബാലുവിന്റെ മുറിയിലുണ്ട്. രണ്ടിനും കൈയോടെ പൊടിയിടാം. കാര്യം പറയടാ. അമ്മേ, ഇതങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു തരാം. എന്നാലേ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ നടക്കണം. കാര്യം പറഞ്ഞിട്ട് മതി, ഇനി നടത്താം. അമ്മേ, ദേ ബാലുവിന്റെ മുറി വരെ നടന്നാ മതി. അത് പറ്റുമോ? വന്നേ. അതാണ് ചേട്ടന്മാരുടെ പരിപാടിയില്ലേ? ശരിയാക്കി തരാം. സോറി, കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്ത് അമ്മ വരുന്നുണ്ട്. വേഗം. ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് വാ തുറന്ന് ചോദിക്കമ്മേ. നീ എന്തിനാടി വെച്ച് ഇവിടെ വന്നിരിക്കുന്നേ? കുഞ്ഞിനെ നോക്കാൻ. അപ്പൊ അവളോടെ പോയി അംബിക? അങ്ങോട്ട് ചോദിക്കമ്മേ. ആ, പറഞ്ഞോലെ അംബിക എന്തിയെ? തലയിൽ കൂടെ വെള്ളം ഒഴിക്കാൻ പോയി. അല്ലല്ലോ, കുളിക്കാൻ പോയി. അയ്യോ, എവളീ പറയുന്നതെല്ലാം കള്ളത്തരമാ. ഇതാ ഞാനിപ്പോ കുളിമുറിന്നാ വരുന്നത്. എടാ, അമ്മയെ വിളിച്ചോണ്ട് കാണിച്ചു കൊടുക്കടാ. വാമേ. അമ്പിയേ, വാ. എന്താ? അതൊക്കെ പിന്നെ പറയാം, വാ. കുഞ്ഞവിടെ കിടന്നോളൂ. അകത്ത് കയറി തലയെ തോർത്തിക്കൊണ്ട് നിന്നോ. വല്യേട്ടനും കൊച്ചേട്ടനും വന്ന് വാതിൽ തുറന്ന നിലവിളിച്ചോ. കേറ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ടോ? അയ്യോ, ആരാതെ? എന്താ ഇവിടെ പ്രശ്നം? ബാലുവേട്ടാ, ഞാൻ കുളിച്ചോണ്ട് നിക്കുമ്പോ വേണ്ട, മതി, ഒന്നും പറയണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാൻ പോലും എത്തിനോട്ടക്കാരെ സമ്മതിക്കില്ലെന്ന് വെച്ചാ അത് പിന്നെ ഞാൻ ഇതാണോടാ കാണിച്ചു തരാന്നും പറഞ്ഞ വിളിച്ചോണ്ട് വന്നത്? അമ്മേ, അമ്മയ്ക്കൊന്നും മനസ്സിലാഞ്ഞിട്ടാ. ചെറ്റത്രം കാണിച്ചിട്ടൊന്ന് ചിണങ്ങുന്നോടാ. രണ്ടും പോയിക്കോളൂ. ഇതിപ്പം പല വട്ടമായി. 2 അലവലാതി ചേട്ടന്മാര് അമ്പയോർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. അവന്റെ ഒരു ക്ഷമ നാണമില്ലല്ലോടാ. അമേരിക്കൻ സായിപ്പന്മാരെ പോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ. എല്ലാം ഞാൻ ശരിയാക്കി തരാം.